ബൈത്തുൽ സക്കാത്ത് കേരളയുടെ അനേകം പ്രൊജക്റ്റുകളിലൊന്നിൻ്റെ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇസ്ലാമികമായി അതിൻ്റെ സാമൂഹിക നന്മയെയും താല്പര്യത്തെയും ജനസമക്ഷം വിളിച്ചുകാട്ടാൻ പറ്റുന്ന, ഒരേ സമയം പടച്ചവനോടും ജനങ്ങളോടുമുള്ള ബാധ്യതയായി ഇസ്ലാം മനസ്സിലാക്കുന്ന അനുഷ്ഠാന ആരാധന മുറയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. പക്ഷെ വളരെ സങ്കടകരവും ദൗർഭാഗ്യകരവുമായൊരു കാര്യം, ഇസ്ലാമിക ഫിഖ് അതല്ലെങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ പഠിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുമ്പോൾ നോമ്പെടുത്താൽ അത് സാധുവാകുന്നതിനെക്കുറിച്ചും അതല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ചും നമസ്കാരം സാധുവാകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് സക്കാത്തിൻ്റെ പ്രാഥമിക നിയമങ്ങൾ പോലും അറിയില്ല എന്നുള്ളതും അത് അത്രമേൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെടാറില്ല എന്നുള്ളതുമാണ് ഏറെ സങ്കടകരം. നിങ്ങളെന്നെ അത് അനുഭവിച്ചറിഞ്ഞ ആളുകളായിരിക്കും. മുങ്ങിക്കുളിച്ചാൽ നോമ്പ് മുറിയുമോ എന്ന അത്ര ഗൗരവത്തോടുകൂടി ആ സംശയം ചോദിക്കുന്ന ആൾ എൻ്റെ സക്കാത്തിൽ ഇതുകൂടി ഞാൻ കൊടുത്തു വിട്ടേണ്ടുന്നതാണോ എന്ന സൂക്ഷ്മതയും ശ്രദ്ധയും, എൻ്റെ വാടക കെട്ടിടത്തിന് എത്രയാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത്, എൻ്റെ കാർഷിക വരുമാനത്തിന് ഞാൻ എന്താണ് കൊടുക്കേണ്ടത്, എൻ്റെ കച്ചവടത്തിൻ്റെ സ്റ്റോക്ക് അത് എങ്ങനെ കണക്ക് വെച്ചുകൊണ്ടാണ് അതിൽ നിന്ന് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത്, ഞാൻ ഈ നടപ്പ് വർഷത്തിൽ വിറ്റ എൻ്റെ ഭൂമിയിൽ നിന്ന്, റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഞാൻ നേടിയ ലാഭത്തിന് അതല്ലെങ്കിൽ ആ മുതലിന് ഞാൻ കൊടുക്കേണ്ട സക്കാത്ത് എന്താണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും നമ്മൾ അങ്ങനെ ഇത്ര വിശദാംശങ്ങളോടുകൂടി ഇസ്ലാമിലെ അതിമഹത്തായ ഒരു സ്തംഭം, ഷെയ്ഖ് സാഹിബുടെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ച് കഴിഞ്ഞു. നമസ്കാരത്തോടൊപ്പം നോമ്പാണ് നമ്മൾ മലയാളികൾ പറയാറുള്ളത്, നിസ്കാരവും നോമ്പും എന്നാണ് പറയാറുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ പ്രയോഗം നമസ്കാരവും സക്കാത്തും എന്നുള്ളതാണ്. ഒരുമിച്ച് ചേർത്ത് പറയുന്നത് അത്തിയുല്ലാഹ അത്തിയുർ റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും ചേർത്ത് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെയും സക്കാത്തിനെയുമാണ് ചേർത്ത് പറയുന്നത്. അപ്പോൾ ഈ സക്കാത്ത് പ്രത്യേകമായി നിർവഹിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. അത് ഒരിക്കലും നമ്മളുടെ അയൽപ്പക്കത്തെയോ നമ്മളുടെ പ്രിയപ്പെട്ടവരെയോ നമ്മളുടെ ചുറ്റുപാടിൽ കാണുന്ന ചില മനുഷ്യരെയോ ഒക്കെ തൊട്ട് തലോടിപ്പോകുന്ന നമ്മളുടെ കേവല സാന്ത്വന സഹായങ്ങളല്ല. അതിനൊക്കെ ഇസ്ലാമിൽ ഒരുപാട് വകുപ്പുകളുണ്ട്. ഇസ്ലാമിൽ സ്വതക്ക എന്ന് പറയുന്ന കാറ്റഗറി അതിവിശാലമായൊരു കാറ്റഗറിയാണ്. മാത്രമല്ല അതിന് തന്നെയും വിശദമായ തലങ്ങളുണ്ട്. എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് യസ്അലൂനക മാദാ യുൻഫിഖൂൻ. പ്രവാചകരെ അവർ വന്നിങ്ങനെ ചോദിക്കും, എന്താണ് ചെലവഴിക്കേണ്ടത്? അപ്പോൾ ചെലവഴിക്കാൻ സക്കാത്താകണം എന്നാണോ? അല്ല. ഖുലിൽ അഫു, എന്താണോ മിച്ചമുള്ളത് അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. അപ്പോൾ ഒരാൾ എന്തെങ്കിലും മറ്റൊരാളെ സഹായിക്കുന്നതിൻ്റെ കാരണമല്ല സക്കാത്ത് എന്നുള്ളതിൻ്റെ തെളിവ് ഖുലിൽ അഫു, എന്താണോ മിച്ചമുള്ളത് അതിൽ നിന്ന് തന്നെ നിങ്ങൾ മറ്റുള്ളവനെ, നിങ്ങളുടെ സുഹൃത്തിനെ, നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ അയൽപ്പക്കക്കാരനെ നിങ്ങൾ സഹായിക്കാൻ ബാധ്യസ്ഥനാണ്. അതേസമയം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുക എന്ന് പറയുന്ന മറ്റൊരു ചെലവഴിക്കലിൻ്റെ വശമുണ്ട്. അതാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് വരെ ഇടപെട്ട് അതിൻ്റെ സ്വഭാവത്തെയും അതിൻ്റെ നേച്ചറിനെയും കുറിച്ചൊക്കെ മാറ്റാൻ വേണ്ടി അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വഖഫ് എന്ന് പറയുന്നത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ.
നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ബിർറ് ലഭിക്കില്ല, പുണ്യം ലഭിക്കില്ല, പൊരുത്തം ലഭിക്കില്ല. സ്വഹാബിമാരിൽ ചിലർ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത് നോക്കി, തോട്ടം നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ വഖഫുണ്ട്. വഖഫ് ചെയ്ത നമ്മുടെ മുൻഗാമികളെക്കുറിച്ച് ചില പേരക്കുട്ടികളൊക്കെ പറയാറുള്ളത് പോഴത്തക്കാരെന്നാണ്. അതായത് അന്ന് വല്യപ്പ ആ പോഴത്തരം കാണിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെയൊക്കെ ജീവിക്കേണ്ട ആൾക്കാരായിരുന്നു എന്നൊക്കെ അടക്കം പറയാറുള്ളവരുണ്ട്. അതായത് വഖഫ് എന്നുള്ള നമ്മളുടെ ദീനിൻ്റെ തന്നെ ജൈവികമായൊരു ഭാഗം ഈ തലമുറയിൽ, നേരത്തെ ഞാൻ സക്കാത്ത് പറഞ്ഞതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള സജീവമായ ആലോചനയുണ്ടോ എന്ന് ചോദിച്ചാൽ മുൻകഴിഞ്ഞവരുടെ വഖഫിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതല്ലാതെ നിലവിലുള്ളവർ അവരുടെ വഖഫിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ എന്നുള്ളത് വളരെ കനപ്പെട്ട ഒരാലോചനയാണ്. ഇപ്രകാരം ഇനി കയ്യിൽ ഒന്നുമില്ലെന്ന് കരുതുക. കയ്യിൽ ഒന്നുമില്ലെങ്കിലും മറ്റൊരാളെ സഹായിക്കേണ്ടതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തമായി കയ്യിൽ ഒന്നില്ലെങ്കിൽ കൂടിയും ഒന്നുമില്ലെങ്കിൽ കൂടിയും അപരന് വേണ്ടി സ്വന്തം താല്പര്യത്തെ ബലി കഴിച്ചുകൊണ്ട് സ്വന്തം ആവശ്യത്തെ ഇപ്പോൾ മാറ്റിവെച്ചുകൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇസ്ലാമികമായി സാമ്പത്തികമായ സഹായത്തിൻ്റെയും സഹകരണത്തിൻ്റെയും വിതരണത്തിൻ്റെയും ഒക്കെ വഴിയാണ്. അതല്ലാതെ നേരിട്ട് അവകാശികളിൽ നിന്ന് വരുന്ന ഹിബത്ത് പോലെയുള്ള ഇഷ്ടദാനങ്ങളുണ്ട്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അവകാശികൾക്ക് നേരിട്ട് ചെല്ലുന്ന തെരിക്കത്ത്, അതല്ലെങ്കിൽ ഇർസ് എന്ന് നമ്മൾ പറയുന്ന അനന്തരാവകാശമുണ്ട്. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിജപ്പെടുത്തിയ അളവിൽ നമ്മൾ വിതരണം ചെയ്യണമെന്നാണ്. പിന്നെ എന്താണ് സക്കാത്ത്? സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ വൽ ആമിലീന അലൈഹ. സക്കാത്തിന് കൃത്യമായ അവകാശികളുണ്ട്. ഇപ്പോൾ സക്കാത്തിനെതിരെയുള്ള വിമർശനങ്ങൾ വളരെ വർദ്ധിച്ചൊരു സമയമാണ്. എന്തിനാണ്, ഏത് താല്പര്യത്തിന് പുറകിലാണ് ആ സംശയങ്ങൾ, അതല്ലെങ്കിൽ ഈ വിമർശനങ്ങൾ ഉള്ളത് എന്നൊക്കെ ന്യായമായി വരേണ്ടത്. കാരണം കഴിഞ്ഞൊരു 10-40 കൊല്ലത്തിലധികം കേരളത്തിലെ വ്യത്യസ്ത ബഹുജന രൂപങ്ങൾ, പ്രത്യേകിച്ചും സംഘടിത സക്കാത്തിൻ്റെ രൂപങ്ങൾ കഴിഞ്ഞ 25 കൊല്ലങ്ങളെങ്കിലുമായിട്ട് കേരളത്തിൽ സജീവമാണ്. ഇപ്പോൾ ഇത് തലപൊക്കുന്നതിന് പിന്നിലുള്ളൊരു കാരണം, കൃത്യമായി ഇതിന് പിന്നിലുള്ള ഒരു എഡ്യൂക്കേഷൻ വീണ്ടും നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം എന്തിനാണ് സക്കാത്ത്? ഈ സക്കാത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിൽ ഒരുപാട് ടൂളുകൾ, മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവരുടെ മുറിവിൽ മരുന്ന് പുരട്ടുന്നതിനുമായി സ്വതക്കകളുണ്ട്. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സഹായങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. ഇതോടൊപ്പം സക്കാത്ത് എന്തിനു വെച്ചു എന്ന് ചോദിച്ചാൽ, സക്കാത്ത് എന്നുള്ളത് നിങ്ങളുടെ സ്വത്തിൽ നിന്നല്ല നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ബാക്കിയെല്ലാം നിങ്ങളുടെ സ്വത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. സക്കാത്തിൻ്റെ പരിമാണം എത്തുമ്പോൾ, സക്കാത്തിൻ്റെ നിസാബ് എത്തുമ്പോൾ ആ സ്വത്ത് നിങ്ങളുടേതല്ലാതായി മാറുന്നു. ആ തോതനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ സക്കാത്തിൻ്റെ നിസാബ് എത്തിക്കഴിഞ്ഞാൽ ഓരോ 100 രൂപയിലും നിങ്ങളുടെ പണം 97.5 മാത്രമാണ്. ബാക്കി 2.5 നിങ്ങളുടെ പണമല്ല. പിന്നീട് നിങ്ങളത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നതിനേക്കാൾ അല്ലാഹ് അത് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സക്കാത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം മാലിന്യത്തെ ശുദ്ധീകരിക്കുക എന്നാണ്, മലിനമാക്കുന്ന രീതിയിൽ നിന്ന് അതിനെ മാറ്റുക എന്നാണ്. ഇതിനോടൊപ്പം നിങ്ങളുടെ സമ്പത്തിനൊപ്പം കൂടിച്ചേർന്നാൽ മലിനമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് മാറ്റുന്നതോടുകൂടിയാണ് നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ ശുദ്ധീകരിക്കുന്നത്. ഇത് കൊടുക്കുക വഴി ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറ, സമൂഹത്തിലെ ആവശ്യക്കാർ, ഫുഖറ വൽ മസാക്കീൻ, ആവശ്യക്കാർ തന്നെയാണ്, പക്ഷേ അവർ നിങ്ങളോട് ആവശ്യപ്പെട്ട് വരുന്നവരല്ല. അങ്ങനെയുണ്ട് സമൂഹത്തിൽ. ആവശ്യക്കാരല്ലാത്ത മനുഷ്യർ ആയതുകൊണ്ടല്ല, മറിച്ച് അവർ ആവശ്യക്കാരാണ്, പക്ഷേ അവരുടെ അഭിമാനത്തെ അവർ പണയം വെക്കാതെ, എന്നാൽ അതേസമയം അവരുടെ ജീവിതത്തിൽ നിത്യവൃത്തിക്ക് 2 അറ്റം മുട്ടാൻ കഷ്ടപ്പെടുന്നവരാണ്. വൽ ആമിലീന അലൈഹ, മൂന്നാമതൊരു കൂട്ടരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞപ്പോൾ പറഞ്ഞു, സക്കാത്തിനായി ആരാണോ അതിൻ്റെ ഉദ്യോഗസ്ഥരുള്ളത് അവർ, അതായത് സക്കാത്തിൻ്റെ ചെലവ് വരവ്, ഇത് പിരിക്കുക, ശേഖരിക്കുക, വിതരണം ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു പ്രോസസ്സാണ്, വലിയൊരു സംവിധാനമാണ്. ഈ സംവിധാനം എങ്ങനെ നടക്കും? അതിനുള്ള ചെലവ് പോലും പടച്ച റബ്ബ് ഈ 8 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 3ാമത്തെ വിഭാഗമാക്കി പറയാം. അതിനുശേഷം വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഹൃദയാടുപ്പമുള്ളവർ, ഇസ്ലാമിനോട് ഹൃദയാടുപ്പമുള്ളവർ,
അതോടൊപ്പം തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി അത് മറ്റുള്ള ഹൃദയാടുപ്പം ഉണ്ടാക്കിയെടുക്കേണ്ട മനുഷ്യർ, ഉണ്ടായിക്കഴിഞ്ഞവരും ഉണ്ടാക്കിയെടുക്കേണ്ട മനുഷ്യരും. അതിനുശേഷം വഫിർ റിഖാബി, മോചനം കാത്തു നിൽക്കുന്ന മനുഷ്യർ. എന്താണ് മോചനം കാത്തു നിൽക്കുന്ന മനുഷ്യർ? മോചനം ഒരു മഹാമരീചികയായി ഇനി തങ്ങൾക്ക് ജീവിതത്തിൽ ഇനി ഹതാശരായി കഴിയേണ്ടി വന്ന നിരപരാധികളായ മനുഷ്യർ ജയിലുകളിലുള്ളൊരു ലോകമാണ്. പഴയകാലത്ത് അടിമമോചനത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ആധുനിക കാലത്ത് ഫഖീഹുകളും പണ്ഡിതന്മാരും നിരപരാധികളുടെ മോചനത്തിന് വേണ്ടി പറയുന്ന വലിയ വിശാലമായ ഫിഖ്ഹുള്ള ഇസ്ലാമിൽ അതിമഹത്തായ അനുഷ്ഠാന കർമ്മമാണ് സക്കാത്ത്. വൽ ഗാരിബീൻ, കടബാധിതർ, വഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൃത്യമായി നടക്കുന്ന സംവിധാനങ്ങൾ, വബിനി സബീൽ, അതുപോലെ തന്നെ വഴിയാത്രക്കാർ എന്ന് നേരിട്ട് പറയുന്ന, അങ്ങാടിയുടെ മക്കൾ എന്ന് പറയാവുന്ന, അതല്ലെങ്കിൽ യാത്രക്കാരൻ എന്നൊക്കെ പറയാവുന്ന വ്യത്യസ്ത വിശദീകരണങ്ങളുള്ള 8 വിഭാഗക്കാർ. ഫരീളത്തൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഫർലാക്കപ്പെട്ട ഈ 8 അവകാശികൾ. ബൈത്തു സക്കാത്ത് കേരള അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അത് ഇതിൻ്റെ അവകാശികൾക്ക് നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനമായിട്ടാണ് പറയുന്നത്. എന്ത് താല്പര്യത്തിന് പുറകിലാണ് ഈ വിമർശനങ്ങൾ വരുന്നത് എന്നുള്ളത് വേറെ പരിഗണിക്കേണ്ടതാണ്. കാരണം അവർ വിമർശിക്കുന്ന അതേ ഭാഷയിൽ നമുക്ക് ഉത്തരം പറയുക എന്നുള്ളത് സാധ്യമല്ല. കാരണം അവരുടെ ഉദ്ദേശത്തെ ചകഞ്ഞു നോക്കുക എന്നുള്ളത് നമുക്ക് അസാധ്യമായൊരു കാര്യമാണ്. പക്ഷെ അതേസമയം ഈ 8 വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിൻ്റെ ഗുണഫലങ്ങൾ എത്തണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ഈ 8 വിഭാഗം നമ്മളുടെ വീടിൻ്റെ ചുറ്റുപുറത്ത് ഇങ്ങനെ വിതരണം ചെയ്താൽ എത്തുമോ? എത്തില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമികമായി അതാണോ മാതൃക? ഇസ്ലാമികമായി പ്രൈവറ്റൈസേഷൻ ഓഫ് സക്കാത്താണോ മാതൃക? അതല്ല സാഹചര്യങ്ങളുടെ ഇസ്ലാമികമായ ലോകക്രമം, ഭരണക്രമം ലോകത്തില്ലാത്തതിൻ്റെ ഭാഗമായി തകർന്നുപോയ സംവിധാനങ്ങളിലൊന്നാണ് സക്കാത്ത്. തീർച്ചയായും അങ്ങനെയൊന്ന് തകർന്നുപോയൊരു സംവിധാനത്തിൽ, അങ്ങനെ തകർന്നുപോയ സംവിധാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലതൻഖുലുന്ന ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ. ഇസ്ലാമിൻ്റെ ഓരോ സംവിധാനങ്ങളിൽ ഒന്ന് അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അവലുഹ നഖ്ലനിൽ ഹുക്ം വ ആഖിറുഹ അസ്വല. ആദ്യമായി അതിൻ്റെ അധികാര നഷ്ടമുണ്ടാകും. വ ആഖിറുഹ അസ്വല, അതിൽ അവസാനത്തേത് നഷ്ടപ്പെടുക നമസ്കാരമായിരിക്കും. നമസ്കാരമുണ്ടായാൽ ലോകത്തെല്ലാമായി എന്ത് കരുതുന്ന മനുഷ്യന്മാർ കൂടി വരും. കുല്ലമൻ ഖലത് തശബ്ബസന്നാസു ബിമാ തലീഹ. ഓരോ ഇഴകളും ഇങ്ങനെ അഴിഞ്ഞിങ്ങനെ പോരുമ്പോൾ മനുഷ്യർ എന്ത് ചെയ്യും? അവസാനത്തിന് ഇനി ബാക്കിയുള്ളത് നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് കരുതും. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായി നമ്മൾ ഒരു സംവിധാനമില്ലെന്ന് കരുതി നമസ്കരിക്കാതിരിക്കുന്നുണ്ടോ? നോമ്പെടുക്കാതിരിക്കുന്നുണ്ടോ? ഹജ്ജ് ചെയ്യാതിരിക്കുന്നുണ്ടോ? എന്നാൽ സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ അതങ്ങനെയൊന്നുമില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തോന്നുന്ന പോലെ ചെയ്യാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘടിതമായി ചെയ്യണോ സംഘടിതമല്ലാതെ ചെയ്യണോ എന്നുള്ള ഫിഖ്ഹി മസ്അലയേക്കാൾ ഇത് സംഘടിതമായി ചെയ്യാനുള്ള വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ പരിചയപ്പെടുത്താത്തത് കൊണ്ട് ആളുകൾ ഇസ്ലാമിലെ ഈ ഫർലായ ഒരു കാര്യം ചെയ്യാൻ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇതിൽ ചില വിമർശനം, ഇത് സംഘടനാപരമായ വിമർശനമാണ്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയിലെ അംഗം കൂടി ആയതുകൊണ്ട് പറയാം. ഈ അടുത്ത് ബൈത്തുൽ മാലും ബൈത്തു സക്കാത്തും ഒരുമിച്ച് ആളുകൾ വിമർശിക്കുന്നത് കേട്ടു. ബൈത്തുൽ മാലും ബൈത്തു സക്കാത്തും. ബൈത്തുൽ മാല് എന്നുള്ളത് വേറെ പ്രയോഗമാണ്, ബൈത്തു സക്കാത്ത് എന്നുള്ളത് വേറെ പ്രയോഗമാണ്. അത് ജമാഅത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണെന്ന് എത്ര ബോഷ്കാണോ എത്ര വിവരക്കേടാണോ പറയുന്നത് അതുപോലത്തെ ഒന്നാണ് ബൈത്തുൽ മാൽ. ബൈത്തുൽ മാൽ എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ പ്രാദേശികമായി വർക്ക് ചെയ്യുന്ന യൂണിറ്റുകളിൽ നിന്ന് അവരുടെ വിഹിതം കൊടുത്തിട്ടാണ് ഒരു സംഘടന നടക്കുന്നത്. അവരുടെ സമ്പത്തിൻ്റെ 2% വീതം സംഘടനയ്ക്ക് കൊടുത്തിട്ടാണ് സംഘടന നടക്കുന്നത്. ബൈത്തു സക്കാത്ത് എന്നുള്ളത് നമ്മൾ കേരളത്തിൽ അഭ്യുതകാംക്ഷികളായ മനുഷ്യരുടെ സഹായത്തോടു കൂടിയും കേരള മുസ്ലിങ്ങളുടെ സക്കാത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം നടക്കുന്നതിന് വേണ്ടി അതിന് രൂപീകരിച്ച ഒരു NGOയുടെ പേരാണ്. അത് പബ്ലിക് റിലീജിയസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്. 1800-ലധികം പ്രാദേശിക കോർഡിനേറ്റർമാർ അതിനോടൊപ്പം അണിചേർന്ന് അത് സമാഹരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പ്രാദേശികമായുള്ള ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന ഒരു ഒറ്റ ബോഡി മാത്രമല്ല, പ്രാദേശികമായി നേരത്തെ ഷെയ്ഖ് സാഹിബിയോട് സൂചിപ്പിച്ചതുപോലെ പ്രാദേശികമായ സക്കാത്ത് സംവിധാനങ്ങൾക്ക് പരിശീലനം കൊടുക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ബോഡിയാണ്. അപ്പോൾ ഇങ്ങനൊരു ബോഡി
ബൈത്തു സക്കാത്ത് മാത്രം വളരട്ടെ എന്നല്ലല്ലോ. നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? സംഘടിതമായ ഏത് സംവിധാനങ്ങളും പ്രത്യേകിച്ച് സക്കാത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ പുഷ്കലമാകട്ടെ, കൂടുതൽ പൂത്ത് പന്തലിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും ചുരുങ്ങിയത് 1,00,000 മനുഷ്യരിലേക്ക്, നേരത്തെ ഷെയ്ഖ് സാഹിബ് അതിൻ്റെ കണക്ക് വായിച്ചു, 6428 കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം, 5570 കുടുംബങ്ങൾക്ക് വീട്, പൂർണ്ണമായോ ഭാഗികമായോ വീട്. ഈ കഴിഞ്ഞ വർഷം 450 വീടുകളാണ്. അതായത് ഒരു ദിവസം ഒരു വീടിനേക്കാൾ അധികം വളരെ ചുരുങ്ങിയ മനുഷ്യർ ഈ ബൈത്തു സക്കാത്ത് കേരളയുടെ ഭാഗമായി ഇതിൽ സഹകരിച്ചപ്പോൾ നമുക്ക് നടത്താൻ പറ്റിയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരള മുസ്ലിങ്ങളിൽ നിന്ന് സമാഹരിക്കേണ്ടതിൻ്റെ തുകയുടെ എത്രയോ കുറഞ്ഞൊരംശമാണ് ബൈത്തു സക്കാത്ത് കേരള പോലെയുള്ള സംവിധാനത്തിന് ലഭിക്കുന്നത്. ഞാൻ 2010 ഒരു കണക്ക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2010 ഒരു കേരള പഠനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയൊരു പഠനമുണ്ട്. അതിൽ കേരളത്തിലെ എല്ലാ കമ്മ്യൂണിറ്റിയുടെയും ധനശേഷിയെക്കുറിച്ചൊരു പഠനമുണ്ട്. അതിൽ മുസ്ലിങ്ങളുടെ ധനശേഷിയെക്കുറിച്ച് പറയുന്നത്, അന്ന് 2010 കണക്കാണ് ലഭ്യമായിട്ടുള്ളത്. കേരള സമൂഹത്തിൽ ഒരു വർഷം സമ്പദ് വ്യവസ്ഥയിലേക്ക് വരുന്ന മൂല്യപ്രേഷണം, അതായത് റെമിറ്റൻസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഫ്ലോ, അതല്ലെങ്കിൽ റെമിറ്റൻസ് 30,000 കോടി രൂപയാണ്. ഈ 30,000 കോടി രൂപയിൽ 56% മുസ്ലിങ്ങളുടെ സംഭാവനയാണ്. മുസ്ലിങ്ങളുടെ സംഭാവന എന്നുള്ളതിനേക്കാൾ മുസ്ലിങ്ങൾ വഴി വരുന്നതാണ്. അതായത് 16,800 കോടി രൂപ. അതുപോലെ തന്നെ കേരള മുസ്ലിങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നവർ 11.5% ആളുകളാണ്, ഏകദേശം 700 കോടി രൂപ. അതുപോലെ തന്നെ കച്ചവടത്തിൽ നിന്ന്, വ്യവസായത്തിൽ നിന്ന്, കൃഷിയിൽ നിന്ന്, ഇതൊക്കെ എടുത്തുകൊണ്ട് അന്ന് 46,500 കോടി രൂപയുടെ സക്കാത്ത് അന്ന് 2010 46,500 കോടി രൂപയുടെ സക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കൊല്ലത്തെ വരുമാനം മുസ്ലിം സമൂഹത്തിനുണ്ട്. അത് ടാക്സിനും മറ്റ് ജീവിത വൃത്തികൾക്കും വേണ്ടി അതിൻ്റെ പകുതി മാറ്റി വെച്ചാൽ തന്നെ, ഇത് 2010 കണക്കാണ്. 2025 നമ്മളുള്ളത്. ഒരു ഇൻഫ്ലേഷണറി എക്കോണമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാളുടെ പർച്ചേസിങ് പവർ തന്നെ 1 ലക്ഷത്തെ വെച്ച് നോക്കുമ്പോൾ അടുത്ത കൊല്ലെത്തുമ്പോൾ 1,07,500 1,08,000 ആകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ നോക്കിയാൽ ഇന്ന് അന്നത്തെ 46,500 കോടി ഏറ്റവും ചുരുങ്ങിയത് ഇന്ന് 75,000 കോടി രൂപയാണ്. ഈ 75,000 കോടി രൂപ കോമ്പൗണ്ടിങ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വരും. ഇതിൻ്റെ സക്കാത്ത് നേരത്തെ ഷെയ്ഖ് സാഹിബുടെ പദ്ധതിയുടെ ഭാഗമായി വിശദീകരിച്ച ഒരു ദിവസം ഒരു വീട്, അതല്ലെങ്കിൽ ചികിത്സാ സഹായം, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസം അടക്കമുള്ള സ്കോളർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മളുടെ സംഘടിതമായ സംവിധാനങ്ങൾ, നമ്മളുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച്, ഇനി സംഘടനകൾ കേന്ദ്രീകരിച്ചാണെങ്കിൽ തന്നെയും അതിനൊരു കൃത്യമായ റേഡിയസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഈ ഒരു ഫർള് നിർവഹിക്കുന്നതിൽ, മുസ്ലിം സമുദായത്തെ സഹായിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്ന് ചോദിക്കേണ്ടതിന് പകരം ഇത് നശിപ്പിക്കാൻ എന്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് വരെ നമുക്ക് ചോദിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിലെ ചർച്ചകൾ കേരളത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ കാണുന്നത്. ഇത് ചർച്ചക്കെടുത്തുള്ള ചില ചാനലുകളാണ്. അപ്പോൾ നമുക്ക് തോന്നും കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഇത് വ്യക്തിയാണോ കൊടുക്കേണ്ടത് സക്കാത്ത്, സംഘടനയാണോ കൊടുക്കേണ്ടത് എന്നുള്ള മസല പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലുകൾ വന്നിട്ട് ചർച്ച നടത്തേണമെന്ന് തോന്നും. അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ? അല്ലല്ലോ. ഇവർക്ക് അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുണ്ട്, ഇവർക്ക് അവരുടെ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഈ താല്പര്യങ്ങളെ, കേരള മുസ്ലിങ്ങൾക്കിടയിലുള്ള ഫിഖ്ഹി പ്രശ്നങ്ങളെ ഇസ്ലാമികമായ ഒരു ആരാധനയുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ അതിൽ ബുദ്ധിപൂർവം ഈ വിഷയത്തെ സമീപിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പദ്ധതി പ്രഖ്യാപനത്തിന് എല്ലാവിധ, പ്രത്യേകിച്ചും ഇതിന് പിന്നിൽ സഹകാരികളായി ഉണ്ടായിരുന്ന മനുഷ്യർ, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് പ്രോസസ്സുകളിൽ ഭാഗമായിരുന്നവർ, ഇനിയും തുടരേണ്ടുന്ന ഇതിൻ്റെ തുടർച്ചയിൽ ഭാഗമാകേണ്ടുന്ന ഇതിൻ്റെ അഭ്യുദയകാംക്ഷികൾ, അവർക്കെല്ലാം ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.